നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു വർമ്മ, വർമാസ് ആയുർവേദ ഹോസ്പിറ്റൽ, തിരുമല, ട്രിവാൻഡ്രം ആണ്. എല്ലായിടത്തും പോകുമ്പോൾ നമ്മളൊരു ടോക്ക് പറയണം എന്ന് പറയാറുണ്ട്, പൊതുവായുള്ള വേദികളിലും ചർച്ചകളിലും ഒക്കെ. അപ്പോൾ എല്ലാവരും ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു ടോക്കാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. അതായത് ഇന്ന് നമ്മുടെ ശരീരത്തിൽ വരുന്ന നമ്മുടെ ഓർഗൻസിനോ മസിൽസിനോ നെർവ്സിനോ ഒക്കെ വരുന്ന ഡാമേജിൽ നിന്ന് വരുന്ന അസുഖങ്ങളെക്കാളും ഇന്ന് എല്ലാവരെയും പൊതുവെ ആക്രമിക്കപ്പെടുന്ന ഒരു ജീവിത ശൈലീ രോഗങ്ങളാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മരുന്നിനേക്കാളേറെ നമ്മൾക്ക് തന്നെ നമ്മുടെ ആഹാരവും വ്യായാമവും ഒക്കെ നിയന്ത്രിച്ച് നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഇതാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് അറിയാൻ പൊതുജനങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും, അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്ന് ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയും, ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പറ്റി ഒന്ന് പറയാമോ, ചർച്ച ചെയ്യാമോ എന്ന് ചോദിക്കും. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, അതായത് നമ്മുടെ തെറ്റായ ജീവിതശൈലികൾ കൊണ്ട് വരുന്ന രോഗങ്ങളിൽ ഏറ്റവും അധികം മാരകമായ ഒന്നാണ് ഡയബറ്റീസ്. അതായത് ഓരോ ദിനം പ്രതി കൂടിക്കൂടി വരുന്നു. അതായത് ലോകത്ത് ഏകദേശം 2025 ആയപ്പോഴേക്കും 300 മില്യൺ ആൾക്കാരാണ് ഡയബറ്റീസ് കൊണ്ട് അനുഭവിക്കുന്നത്. പണ്ടൊക്കെ ഒരു 80 വയസ്സിനാവുമ്പോൾ അല്ലെങ്കിൽ ഏജ് 50 ഒക്കെ കഴിയുമ്പോൾ മാത്രം ബാധിച്ചിരുന്ന ഈ രോഗം ഇന്ന് ജുവനൈൽ ഡയബറ്റീസ് എന്ന് പറയുന്നത് കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. അത് ഹെറിഡിറ്ററി ആവാം, പല പല കാരണങ്ങൾ കൊണ്ടാവാം. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നല്ലേ. അപ്പോൾ അങ്ങനെ ആളുകൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഡയബറ്റീസ്. തെറ്റായ ജീവിതശൈലികൾ കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഡയബറ്റീസ് അല്ലെങ്കിൽ പ്രമേഹം എന്ന ആയുർവേദത്തിൽ. ആയുർവേദത്തിൽ 20 പ്രമേഹങ്ങളാണ് പറയുന്നത്. അതിൽ ഏറ്റവും ചികിത്സിക്കാൻ പ്രയാസമുള്ള വാതജ പ്രമേഹങ്ങളിൽ 4 എണ്ണത്തിൽ ഒന്നാണ് മധുമേഹം എന്നറിയപ്പെടുന്ന വാതാധിക്യമായിട്ടുള്ള ഡയബറ്റിസ് മെലിറ്റസ്. ഡയബറ്റിസ് മെലിറ്റസ് തന്നെ ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 1 എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ ദഹനവ്യവസ്ഥയിലുള്ള പാൻക്രിയാസ് ഉണ്ടാക്കുന്ന ഹോർമോണായ ഇൻസുലിൻ ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ അത് വളരെ കുറവായിരിക്കാം. അതിൻ്റെ കാരണങ്ങൾ പറയാൻ പറ്റില്ല. അത് ആ സെൽസിന് തന്നെ ഡാമേജ് ഉണ്ടായിട്ടോ പാൻക്രിയാസിന് ഡാമേജ് ഉണ്ടായിട്ടോ വരുന്നതാണ്. അത് ലൈഫ് ലോങ് നമ്മൾ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കുന്ന അതാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. അതേസമയം ടൈപ്പ് 2 ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഇൻസുലിൻ എന്ന് പറയുന്നത് ഹോർമോൺ, അതായത് പാൻക്രിയാസ് ഉണ്ടാക്കുന്ന ഇൻസുലിൻ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ കാർബോഹൈഡ്രേറ്റ്സിനെ ഗ്ലൂക്കോസായി കൺവേർട്ട് ചെയ്യുന്ന രക്തത്തിൽ കൂടിയാണ് ഓരോ സെൽസിൽ എത്തുന്നത്. ഇത് എത്തിച്ചേരാനായിട്ട് ഇൻസുലിൻ സഹായിച്ചാൽ മാത്രമേ അതാത് രീതിയിൽ, അല്ലെങ്കിൽ അധികം വരുന്ന ഗ്ലൂക്കോസിനെ ലിവറിൽ ഗ്ലൈക്കോജനായിട്ട് സ്റ്റോർ ചെയ്ത് ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. അതേസമയം ഈ ഇൻസുലിൻ കുറയുകയോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറയുകയോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? രക്തചംക്രമണത്തിൽ കൂടെ കൂടുതൽ ഗ്ലൂക്കോസ് വന്ന് അപ്പോൾ നമ്മൾ നോക്കുന്ന ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും എല്ലാം കൂടുതലായിട്ട് വരുന്നു. ആ ഒരു അവസ്ഥയാണ് ഡയബറ്റിസ് മെലിറ്റസ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ സാധാരണ പണ്ട് മുതൽ മരുന്നുകൾ കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഇൻസുലിൻ തെറാപ്പി കൊണ്ടാണ് അതിനെ കറക്റ്റ് ചെയ്തിരുന്നത്. അങ്ങനെ ചെല്ലുന്ന ഇൻസുലിൻ വീണ്ടും അതിനെ ഗ്ലൈക്കോജൻ ആക്കുന്നു, ലിവറിൽ കളക്ട് ചെയ്യുന്നു, ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. അപ്പോൾ രക്തചംക്രമണത്തിൽ ആവശ്യത്തിന് മാത്രം ഗ്ലൂക്കോസ് ഉണ്ടാവും. അതാണ് ഇതിൽ നടക്കുന്നത്, ആ ട്രീറ്റ്മെൻറ്റുകളിൽ നടക്കുന്നത്. ആയുർവേദത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഈ മരുന്നുകളെക്കാളേറെ ആഹാരത്തിനും വ്യായാമത്തിനും ഒപ്പം ഹെർബൽ മെഡിസിൻസ്, ആയുർവേദ മരുന്നുകളെ ഒന്നിച്ചുള്ള സംയോജിതമായ പ്രക്രിയയിൽ കൂടെ ഇതിനെ ചികിത്സിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എങ്ങനെയാണ് ഇത് വരുന്നത്? ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെ? പ്രമേഹം എന്നത് കൂടുതലും ജീവിതചര്യയിൽ കൂടെ വരുന്നത്. അധികമായിട്ട് വ്യായാമം ഇല്ലാതിരിക്കുക, കൂടുതൽ മധുരാഹാരം, കൂടുതൽ സമയം തെറ്റിയുള്ള ലൈഫ് സ്റ്റൈല്, എല്ലാം ചിട്ടകൾ കൊണ്ടും പറയുന്ന പ്രമേഹം വരാം. അതിൻ്റെ ഒപ്പം തന്നെ ഹെറിഡിറ്ററി ആയിട്ട് വരാം. അച്ഛനും അമ്മയ്ക്കും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 30% കുട്ടികളിൽ ഉണ്ടാകുന്ന കൊഴുപ്പുകൾ 30% അധികമായിരിക്കും. അതിൽ നിന്ന് തന്നെ കുട്ടികളായിരിക്കുമ്പോഴേ നമ്മൾ ഊഹിച്ചോണം ഡയബറ്റീസ് വരാം. ആ ഡയബറ്റീസ് വരാതിരിക്കാനുള്ള ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇതിനെ ഒരു പ്രിവെൻഷൻ ചെയ്യാൻ പറ്റും. നമ്മൾ കുട്ടിക്കാലം മുതൽ തന്നെ ഇന്നത്തെ ലോകത്തെ നോക്കുമ്പോൾ അധികം എക്സസൈസ് ഇല്ല. കുട്ടികൾ മൊബൈൽ ഫോണും എടുത്തിരിക്കുന്നു, അല്ലെ വലിയവരായാലും മൊബൈലും ഫോണും എടുത്ത് സമയം തെറ്റിയുള്ള, അതേപോലെ AC-യുടെ ഉപയോഗത്തിലുള്ള ഓഫീസുകളിലുള്ള ജോലി, ഒരു ചിട്ടയും ഇല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈൽ കൂടെയാണ് ഇത് കൂടെ നമ്മൾ മധുരമുള്ള ആഹാരങ്ങൾ, മൈദ ചേർന്നിട്ടുള്ള കൂടുതൽ ആഹാരം പുറത്തുനിന്ന് കഴിക്കുന്നു, ബേക്കറി ഐറ്റംസ് അങ്ങനെയൊക്കെ കഴിക്കുന്നത് വഴി ഇതുണ്ടാവാം. ഇതിനെ നമ്മൾ അവിടെ നിന്ന് തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കുക. അതാണ് ഇതിനെ ഏറ്റവും ചികിത്സിക്കാൻ എളുപ്പവഴി. ഇങ്ങനെയൊക്കെ വരുന്നത് വഴി നമ്മൾ എന്ത് വരും? ചെറിയ
സിംറ്റംസ് കാണും. അത് ഒരു ആഹാരം കൂടുതൽ കഴിക്കാൻ തോന്നുക, ശരീരം പെട്ടെന്ന് മെലിയുക, മൂത്രം അധികമായിട്ടും കൊഴുപ്പോടെയും ചെന്ന് പതയോടെ പോവുക, അങ്ങനെയൊക്കെ. അല്ലെങ്കിൽ എപ്പോഴും ഇരിക്കാൻ ആഗ്രഹം, കിടക്കാൻ ആഗ്രഹം, അങ്ങനെയൊക്കെയുള്ള ആകത്തിന് മരവിപ്പ് തോന്നുന്നു, ക്ഷീണം തോന്നുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മളൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് നോക്കുന്നത് എപ്പോഴും നല്ലതാണ്. ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എല്ലാം ഓക്കെ ആണോ എന്ന് നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. അങ്ങനെ നോക്കി അതിലെന്തെങ്കിലും ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെ ഒരു പ്രിക്കോഷൻ എടുക്കാൻ പറ്റും. നമ്മളൊരു കെയർഫുൾ ആവണം എന്നുള്ളൊരു സ്റ്റേജ് വരുമ്പോൾ നമുക്കതിനെ ചികിത്സിച്ച് നിയന്ത്രിക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ പ്രമേഹമാണ്. നമുക്കതിന് മരുന്നുകളുണ്ട്. ആയുർവേദത്തിൽ കഷായങ്ങളുണ്ട്, നിശാകതകാദി, കതകകഥിരാദി, അങ്ങനെയുള്ള കഷായങ്ങളുണ്ട്. നെല്ലിക്ക, മഞ്ഞപ്പൊടി ചേർത്ത്, അതൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കറക്റ്റ് ചെയ്യേണ്ടതാണ്. ഞാൻ അതിനെപ്പറ്റി പറയാം. അല്ലാതെ നമ്മൾ ചന്ദ്രപ്രഭ ഗുളിക അതുപോലുള്ള മരുന്നുകൾ അകത്തേക്ക് കഴിക്കുന്നത്, അല്ലെങ്കിൽ ത്രിഫല ചൂർണം, അതൊക്കെ അകത്തേക്ക് കഴിക്കുമ്പോൾ നമുക്കതിനെ നല്ലോണം ശ്രദ്ധിക്കാൻ പറ്റും. ഈ മരുന്നുകളുടെ ഒപ്പമാണ് നമ്മൾ ആഹാര ക്രമീകരണം. ഏറ്റവും ആദ്യം എല്ലാവരിലും വരുന്ന മിസ്റ്റേക്സ് നമ്മുടെ അനുഭവത്തിൽ നിന്ന്, ചികിത്സാ അനുഭവത്തിൽ നിന്ന് പറയുന്ന ഡിന്നറാണ് ഏറ്റവും ഡയബറ്റിക് ഉണ്ടാക്കുന്നത്. അതായത് രാത്രി 9 മണി 10 മണി ഫാമിലി ടൈം ഒന്നിച്ചിരിക്കുന്നു, കഴിക്കുന്നു, കിടക്കുന്നു. രാത്രി എന്താ, മെറ്റബോളിസം വളരെ കുറവായിട്ടാണ്. ഇതൊരു മെറ്റബോളിക് ഡിസോർഡറാണ്. ശരീരത്തിൽ അധികമായിട്ട് വ്യായാമമില്ലാതിരിക്കുന്നു, അല്ലെങ്കിൽ വളരെ ഡൈജഷൻ വളരെ സ്ലോ ആയിട്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ കൂടുതൽ ഈ പറയുന്ന ഫ്രൂട്ട്സും ചപ്പാത്തിയും അല്ലെങ്കിൽ അരി ആഹാരവും ഒക്കെ കഴിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന് ഡൈജഷനൊരു സമയം കൊടുക്കാതെ നേരെ കിടന്നുറങ്ങുന്നു, ഒരു എക്സസൈസും ഇല്ല. അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യുക, ഇതെല്ലാം കൺവേർട്ട് ചെയ്ത് ഗ്ലൂക്കോസായി അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അത് വരാനുള്ള ചാൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ ചികിത്സിക്കാൻ പ്രയാസമാണ്. അതേപോലെ നമ്മൾ ഈ മരുന്നുകൾ കഴിക്കുന്നതിനൊപ്പം നമ്മൾ ആഹാരം ക്രമീകരിക്കുക. നമ്മൾ ഓരോ നേരത്തുള്ള ആഹാരം, കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക. അരിയെ അപേക്ഷിച്ച് ഗോതമ്പാണ് നല്ലതെന്ന് പറയും. എന്താണെന്നറിയോ, ഗോതമ്പിന് സന്ധാനകരണം എന്ന് പറയുന്നത് മുറിവിനെ ഉണക്കുക മാത്രമല്ല, നമ്മൾ ധാതുക്കളെ ആയാലും പേശികളെ ആയാലും എല്ലാം കറക്റ്റാക്കാനും പോഷണം നൽകാനും ഗോതമ്പ് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മൾ ഈ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് നമുക്ക് വേണമെങ്കിൽ സെക്ഷൽ പ്രശ്നങ്ങൾ വരെ വരാം. അങ്ങനെയൊന്നും വരാതിരിക്കാൻ ഈ ഗോതമ്പ് സഹായിക്കും. അതുകൊണ്ടാണ് നമ്മൾ കമ്പാരിറ്റീവ്ലി ഗോതമ്പ് ബെറ്റർ ആണെന്ന് പറയുന്നത്. നമ്മൾ ഓരോ നേരവും കഴിക്കുന്ന ആഹാരത്തിൻ്റെ ബാലൻസ് ഡയറ്റ് ആക്കുക. അതിൽ ആവശ്യത്തിന് പ്രോട്ടീനൊക്കെ ചേർക്കുക. അതായത് നമ്മൾ സെറിയൽസ് എല്ലാം ആവാം, ചെറുപയർ, വൻപയർ, കടല, അങ്ങനെയുള്ള പ്രോട്ടീനായിട്ടുള്ളത്. കാരണം അപ്പോൾ മസിൽസ് ഒന്നും പ്രായത്തിനനുസരിച്ച് വീക്ക് ആവാതിരിക്കും. അതേപോലെ കാർബോഹൈഡ്രേറ്റ് ഒന്ന് കുറയ്ക്കുക. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. ആഹാരത്തിന് കുറേ മധുരം, കുറേ പായസം കഴിച്ചു, കുറേ പിസ്സ, ബർഗർ, അതെല്ലാം മൈദയുടെ കൂടുതൽ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് അത് കൺട്രോൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണെന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള ഒരു ആഹാര ക്രമീകരണം ചെയ്യുക, ബാലൻസ് ഡയറ്റ് ആക്കുക, എക്സസൈസ്. ഓരോ ആഹാരവും കഴിയുമ്പോൾ ഒരു 30 മിനിറ്റെങ്കിലും നടക്കുക. ആ നടക്കുന്ന ഒരു ബ്രിസ്ക് വാക്കിംഗ് ആണെങ്കിൽ ശരീരം മുഴുവൻ ഇളക്കിക്കൊണ്ടുള്ള നടപ്പാക്കാൻ പറ്റുകയാണെങ്കിൽ അതും ഇതേപോലെ തന്നെ നമ്മൾ ഡയബറ്റീസിനെ പോലുള്ള അസുഖങ്ങളെ ക്രമീകരിക്കാൻ സാധിക്കും. പിന്നെ ഒരു കൃത്യമായിട്ടുള്ള ഇൻസുലിൻ തെറാപ്പി, അത് ഇൻസുലിൻ കൊടുക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അത് പ്രോപ്പറാണെന്ന് ഉറപ്പ് വരുത്തുക. ഇങ്ങനെയുള്ളത്. അതുപോലെ മെൻ്റൽ സ്ട്രെസ് ഒഴിവാക്കുക. നമുക്ക് ആവശ്യമില്ലാതുള്ള മെൻ്റൽ സ്ട്രെസ്സും വേണമെങ്കിൽ ഇതിന് കാരണമാകും. വേറെ മരുന്നുകളുടെ ഉപയോഗം, ആ മരുന്നുകളുടെ ഉപയോഗം ആവശ്യമുള്ള മരുന്നുകൾ മാത്രം വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി നമ്മുടെ ഈ ഡയബറ്റീസിനെ നല്ലോണം കൺട്രോൾ ചെയ്യാൻ തീർച്ചയായിട്ടും സഹായിക്കും. നമ്മൾ നിത്യം ഹിതാഹാരം വിഹാര സേവി എന്ന് പറഞ്ഞ് ആയുർവേദത്തിലെ ശ്ലോകം പറയുന്നുണ്ട്. അതായത് നിത്യവും ക്രമേണ ആഹാരത്തിലും വിഹാരത്തിലും, അതായത് എക്സസൈസിലും പ്രോപ്പറാവുക, ആഡിക്വേറ്റ് ആവുക. അതൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നമ്മൾ ഈ ഫ്രൂട്ട്സ്, അല്ലെങ്കിൽ നമുക്ക് വെജിറ്റബിൾസ് ധാരാളം കഴിക്കുക. ഫ്രൂട്ട്സിൽ ചില ഫ്രൂട്ട്സ്, മാങ്ങ അധികം നല്ലതല്ല, ഒരുപാട് പഴുത്ത സാധനങ്ങൾ ഒഴിവാക്കുക. അതേസമയം പപ്പായ, അധികം പഴുക്കാത്ത പപ്പായ ആവാം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ. പേരയ്ക്ക ഏറ്റവും നല്ല ഫ്രൂട്ടാണ്, അതേസമയം ഏത്തപ്പഴം ഒട്ടും പാടില്ലാത്തതാണ്. അങ്ങനെ നമ്മൾ നോക്കി അതിനനുസരിച്ച് കഴിക്കുക. നമ്മൾ സോയയൊക്കെ പറയും, സോയ പ്രോട്ടീനാണ്, പക്ഷേ സോയ തൈറോയിഡ് ഉള്ളവർക്ക് അധികം കഴിക്കാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഡയറ്റൂടെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മുടെ ശരീരത്തിലെ മറ്റ് ഓർഗൻസിന് ബാധിക്കാത്ത രീതിയിൽ കൃത്യമായി ആഹാര ക്രമീകരണം ചെയ്യുക. ദിവസവും 2 നെല്ലിക്ക
മഞ്ഞപ്പൊടി ചേർത്ത് രാവിലെ ഒന്ന് കഴിച്ചു നോക്കൂ. അല്ലെങ്കിൽ ഏകനായക വേര് ഇട്ട് വെള്ളം തിളപ്പിക്കുക. അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ദിവസേനയുള്ള ആഹാരമുറകളിൽ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതും ഒപ്പം ഈ മരുന്നുകളും കൃത്യമായ വ്യായാമ മുറയും ചേർന്നിട്ട് നമുക്ക് ഈ ഡയബറ്റീസിനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ക്രമേണ മാറ്റി കൊണ്ടുവരാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും.